ഹായ് ഫ്രണ്ട്സ്, ഇതാണ് ജ്യൂസ് മുന്തിരി. ഈ ജ്യൂസ് മുന്തിരി കൊണ്ട് നമുക്കൊരു സ്ക്വാഷ് ഉണ്ടാക്കാമല്ലോ. നമ്മൾ ജ്യൂസ് ഉണ്ടാക്കും, സ്ക്വാഷ് ഉണ്ടാക്കും, ജാം ഉണ്ടാക്കും. നമുക്കിത് സ്ക്വാഷാക്കി മാറ്റാം. നല്ല കഴുകി വാരി വൃത്തിയാക്കിയ ജ്യൂസ് മുന്തിരി നല്ല വൃത്തിയായിട്ട് വെള്ളത്തിൽ കുറച്ച് നേരം അധികം ഇട്ട് അതിൻ്റെ കെമിക്കലെല്ലാം കളഞ്ഞ ശേഷം കഴുകി വാരി ഒരു നല്ല സ്റ്റീലിൻ്റെ നല്ല ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒപ്പം വെള്ളം ഒഴിക്കുക. അതായത് 1 കിലോ മുന്തിരിക്ക് ഏകദേശം 1 ലിറ്റർ വെള്ളം ഒഴിച്ച് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിക്കാം. ഒരു തിള വരുമ്പോൾ തന്നെ അത് വെന്ത് പൊട്ടാൻ തുടങ്ങും. കണ്ടോ, മുന്തിരി ഇങ്ങനെ പൊട്ടി അതിൻ്റെ പൾപ്പ് വേറെ തൊലി വേറെ ആയിട്ട് മാറും. സ്വാഭാവികമായിട്ട് ഇങ്ങനെ പൊട്ടുമ്പോൾ തന്നെ അതിൻ്റെ കുരുവും അത് താഴത്തേക്ക് അടിയാറുണ്ട്. ഇല്ലെങ്കിൽ തണുത്ത ശേഷം ഇപ്പോൾ തിളച്ചോണ്ടിരിക്കുകയാണ്, തിളച്ചാൻ ഓഫ് ചെയ്തിട്ടുണ്ട്, അത് ഒന്ന് തവി കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പൾപ്പില്ലേ, നമ്മുടെ മുന്തിരിങ്ങയ്ക്കകത്തുള്ള വെള്ള പൾപ്പ് അതൊന്ന് പൊട്ടി അതിൻ്റെ കുരു പുറത്തേക്ക് ചാടിക്കോളും. തവി കൊണ്ടോ അല്ലെങ്കിൽ ബിസ്ക് കൊണ്ടോ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ അതിൻ്റെ കുരു സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്ത് തണുത്ത ശേഷം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഞെരടി പിഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുരു ഫുള്ളായിട്ട് താഴത്തോട്ട് പോകും. ഇപ്പോൾ ഓഫ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് നല്ല തണുത്ത ശേഷം ക്ലാസ്സിലായതുകൊണ്ട് തന്നെ അവർ തന്നെ വൃത്തിക്ക് ഞെരടി പിഴിയെടുക്കുവാണേ. ഒന്ന് ഉടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ കുരു താഴത്തേക്ക് പോകും. ഈ സമയത്ത് ആ പൾപ്പായിട്ട് തന്നെ എടുത്ത് മാറ്റുവാണെങ്കിൽ ബോൾ ഗ്രേപ്പ് ജ്യൂസായിട്ടോ ബോൾ ഗ്രേപ്പ് സ്ക്വാഷായിട്ടൊക്കെ നമുക്ക് ആ പൾപ്പ് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ ഞാനിപ്പം സമൂലം എടുക്കുകയാണ്. അതായത് കുരു മാത്രമേ മാറ്റുന്നുള്ളൂ, ബാക്കി അതിൻ്റെ പൾപ്പും അതിൻ്റെ സ്കിന്നും ഉൾപ്പെടെ ഒന്ന് മിക്സിയിലേക്കിട്ട് അരിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നല്ല നിറവും കിട്ടും, നല്ല തിക്കായിരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ജ്യൂസറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വേറെ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ, ആ തിളച്ച വെള്ളവും ആ തൊലിയും ആ മുന്തിരിങ്ങയുടെ പൾപ്പും കൂടി നന്നായിട്ട് ഫൈനായിട്ട് നല്ല അടിച്ചിട്ട് നല്ല അരിപ്പയിലൂടെ അരിച്ചെടുക്കുന്നു. അപ്പോൾ ഇതോടുകൂടി നമുക്ക് അകത്ത് എന്തെങ്കിലും കുരു ഉണ്ടാവാറില്ല, കാര്യം കുരു അടിയിൽ അടിഞ്ഞിട്ടുണ്ട്, അത് മാറ്റി പിന്നെ സ്കിന്നും പൾപ്പും മാത്രമേ ഉള്ളൂ. ആ സ്കിന്നൊന്ന് റിമൂവായി കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് അരിച്ച് എടുക്കാം. അപ്പോൾ അരിപ്പയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരിപ്പയിലോ നല്ല ക്ലോത്തിലോ നല്ല കോട്ടൺ ക്ലോത്തൊക്കെ ആണെങ്കിൽ നന്നായിട്ട് എളുപ്പം കിട്ടും, നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം, ഫുള്ള് പിഴിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കണക്കൂടെ ശ്രദ്ധിക്കേണ്ടത് 1 കിലോ മുന്തിരിങ്ങയാണ് എടുത്തിരിക്കുന്നത്, 1 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 കിലോ പഞ്ചസാര എടുക്കാം. 1 കിലോയും എടുക്കാം, 2 കിലോയും എടുക്കാം. അതാണ് ജ്യൂസാണെന്നുണ്ടെങ്കിൽ 1 കിലോ എടുക്കുക. അതല്ല നിങ്ങൾ സ്ക്വാഷാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 2 കിലോ എടുക്കുക. നമ്മൾ ജാമിന് എടുക്കുമ്പം 1 കിലോയ്ക്ക് 1 കിലോ പഞ്ചസാര എടുക്കാറുള്ളൂ. പക്ഷേ സ്ക്വാഷ് വരുമ്പോഴേക്കും സ്ക്വാഷിൻ്റെ റേഷ്യോ എപ്പോഴും 1:2 ആണ് വരാറുള്ളത്. അതാകുമ്പം വാങ്ങുന്ന കസ്റ്റമറിന് വെള്ളം ഒഴിച്ചാൽ അല്ലെങ്കിൽ ഐസ് വാട്ടർ ഒഴിച്ചാൽ മാത്രം മതിയാകും സ്ക്വാഷ് പ്രിപ്പയർ ചെയ്യുന്നതിന്. ഇപ്പോൾ നമ്മളിവിടെ ഫുള്ളായിട്ട് അത് പിഴിഞ്ഞ് അതിൻ്റെ നീര് മാത്രം എടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഇത് അടുപ്പത്തേക്ക് വയ്ക്കുക. ഗ്യാസിൽ വെച്ചിട്ട് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്ത് ഒന്നുകൂടി തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് 1:1 1:2 നിങ്ങൾക്ക് ഏതാണ് ഉചിതം അതനുസരിച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ച് സൂക്ഷിച്ച് പിന്നീട് സ്ക്വാഷായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ 1 കിലോ മുന്തിരിക്ക് 2 കിലോ പഞ്ചസാര ചേർക്കുക. അതല്ല ഇപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഉണ്ടാക്കുന്നത്, ഇപ്പോൾ നമ്മൾ കുടിക്കാനുള്ളതാണ്, അങ്ങനെ നിങ്ങൾ 1 കിലോയ്ക്ക് 1 കിലോ പഞ്ചസാര ചേർത്താൽ മതിയാവും. വീണ്ടും നന്നായിട്ട് ഒന്ന് തിളയ്ക്കണം. തിളച്ച് ആ പഞ്ചസാരയൊക്കെ നലിയണം. ആ കൺസിസ്റ്റൻസി ഒന്ന് തിക്കാവണം. നമ്മുടെ ഈ ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ഒന്ന് തിക്കായിട്ട് വരും. അതുവരെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ആ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് മുന്തിരിയുടെ വെള്ളമായിട്ട് ചേർന്ന് ഇനി നമുക്കിതിലേക്ക് 1 നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുക. ഒരു ഫുൾ നാരങ്ങയുടെ നീര് നമുക്ക് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് സിട്രിക് ആസിഡ് ചേർത്ത് കൊടുക്കാം. അതാണ് എപ്പോഴും ബെറ്റർ. നമ്മളിപ്പോൾ ക്ലാസ്സിൽ ഉപയോഗിക്കാനുള്ളതായതുകൊണ്ടാണ് നാരങ്ങ ചേർത്തത്. അല്ലെങ്കിൽ 1 കിലോ മുന്തിരിക്ക് 1 ടീസ്പൂൺ സിട്രിക് ആസിഡ് ചേർത്ത് നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ മുന്തിരി നന്നായിട്ട് വെള്ളത്തിലേക്ക് 1 നാരങ്ങ ഫുള്ളായിട്ട് പിഴിഞ്ഞ് ആ നീര് ചേർത്തിട്ടുണ്ട്. നന്നായി ഇളക്കി യോജിപ്പിക്കുക. തീ ഞാൻ ഓഫ് ചെയ്തു. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി കണ്ടോ, നല്ല തിക്കായിട്ടുണ്ട്. നേരത്തെ വെള്ളം പോലത്തെ ഒരു കൺസിസ്റ്റൻസി അല്ല, തിക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഒന്നെങ്കിൽ ബോട്ടിലാക്കി നമുക്ക് സൂക്ഷിക്കാം, അല്ലെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത്
സ്ക്വാഷായിട്ട് സെർവ് ചെയ്യാം. ഇപ്പോൾ ക്ലാസ്സിലായതുകൊണ്ട് ഞാൻ ആവശ്യം പോലെ വെള്ളം ഒഴിച്ച് ഇത് ജ്യൂസായിട്ട് സെർവ് ചെയ്യുന്നു. അല്ലെങ്കിൽ നേരത്തെ കാണിച്ച ആ പരുവത്തിൽ നമുക്ക് കുപ്പിയിലാക്കി തണുപ്പിച്ച് സൂക്ഷിച്ച് സ്ക്വാഷായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതിപ്പം എനിക്ക് തണുത്ത വെള്ളം ചേർത്തു, തണുത്ത വെള്ളവും ഐസും ചേർത്തുണ്ട്. എത്രത്തോളം ചേർക്കാമോ അത്രത്തോളം, കാരണം നല്ല മധുരം ചേർത്തേക്കുന്നത് നല്ല ബോൾ ഗ്രേപ്പിൻ്റെ അതേ ടേസ്റ്റുള്ള ഒരു നമുക്ക് ജ്യൂസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. മുന്നേ സ്ക്വാഷ് ആയിട്ടുണ്ട്, ഇപ്പം ജ്യൂസും ആയിട്ടുണ്ട്. നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. ഒരു ചെയ്തില്ലാത്ത ഉപകാരമല്ലേ. കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ആ കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്നാലും എൻ്റെ വീഡിയോ എനിക്ക് കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ നല്ലൊരു വീഡിയോ എടുത്ത് നമുക്ക് നാളെ വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.